السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم وما توفيقي إلا بالله عليه توكلت وإليه أنيب صلى الله عليك يا سيدنا يا حبيبنا يا رسول الله صلى الله عليك يا سيدنا يا شفيعنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهاده وأبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا صدق الله مولانا العلي العظيم وقال نبينا وحبيبنا وسيدنا وقائدنا ومصطفانا محمد صلى الله عليه وسلم المرء مع من أحببت صدق رسوله النبي المصطفى الأمين وعلى آله وأصحابه الفائزين أما بعد الله سبحانه وتعالى നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ സുദിനത്തിൽ പരിശുദ്ധമായ സമയത്തിൽ പരിശുദ്ധമായ ഭവനത്തിൽ
പരിശുദ്ധമായ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അവർണ്ണനീയമായ ഭവനത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ മഹാനായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ സ്വർഗ്ഗലോകത്തിൽ നമ്മളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ ആളുകൾക്കും, പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു അവരുടെ ഹലാലായ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആശുപത്രികളെല്ലാം കഴിയുന്ന, അസുഖങ്ങളാൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം പാപരഹിതമായി ദുനിയാവിൽ ജീവിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഒരുപാട് സ്ഥലങ്ങളിൽ നബിതങ്ങളുടെ ഗുണം എങ്ങനെയായിരുന്നു, നബിതങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു, നിങ്ങൾ എങ്ങനെ ജീവിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നബിതങ്ങളുടെ മാതൃക എപ്രകാരം കൊണ്ടുവരണം എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ നമ്മോട് നല്ല രീതിയിൽ അല്ലാഹു സംവദിച്ച് ലോക ഉമ്മത്തിന് ഉത്ബോധനം നടത്തിയിട്ടുണ്ട്. ഒരു റബീഉൽ അവ്വൽ മാസത്തിന്റെ 2ാമത്തെ വെള്ളിയാഴ്ച നമ്മൾ നിലകൊള്ളുമ്പോൾ വർത്തമാന കാലഘട്ടം നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, വ്യക്തമാകുന്ന ഭാഷയിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്. 2ാമത്തെ വെള്ളിയാഴ്ചയിൽ നമ്മൾ നിൽക്കുമ്പോൾ റബീഉൽ അവ്വൽ മാസം ആരംഭിച്ചത് മുതൽ നിങ്ങൾ എല്ലായിടത്തും, സോഷ്യൽ മീഡിയയിലാണെങ്കിലും ടൗണിലാണെങ്കിലും നിങ്ങളുടെ വീടുകളുടെ പരിസരങ്ങളിലാണെങ്കിലും നിങ്ങൾ ഒരുപാട് ചർച്ചകൾ കേൾക്കുന്നവരായിരിക്കും. ചർച്ച വേറൊന്നുമല്ല, നബിതങ്ങൾ ജനിച്ചതിൽ മൗലൂദ് കഴിക്കാമോ, സന്തോഷിക്കാമോ, നബിദിനം ആഘോഷിക്കാമോ എന്നൊക്കെ പറയുന്ന ചർച്ച. വേറൊരു കൂട്ടർ പറയുന്നു നബിതങ്ങളുടെ മരണത്തിൽ, വഫാത്തിൽ നമ്മൾ ഖേദിക്കുകയല്ലേ, ആഘോഷിക്കുകയല്ല വേണ്ടത്. ഈ ചർച്ചകൾ ഇങ്ങനെ ചൂടേറി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ നമ്മളിങ്ങനെ കേട്ടിങ്ങനെ നമ്മുടെ ചെവി ഇങ്ങനെ തഴമ്പിച്ചിരിക്കുകയാണ്. റബീഉൽ അവ്വലിന്റെ 1 മുതൽ ഈ ചർച്ച നമ്മൾ കേൾക്കുന്നവരാണ്. റബീഉൽ അവ്വൽ 12 കഴിഞ്ഞാൽ ഈ ചർച്ച ഇല്ലാതായി, പിന്നെ അടുത്ത വർഷമാണ്. എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെല്ലാം ഇങ്ങനത്തെ ചർച്ചയെല്ലാം കേൾക്കുന്നവരല്ലേ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ചർച്ച ചെയ്യുന്ന ആളുകളും ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ തർക്കിക്കുകയല്ല വേണ്ടത്. നബിതങ്ങളുടെ ആ സുന്ദരമായ ജീവിതം, നബിതങ്ങൾ കാണിച്ചു തന്ന ആ മാതൃക, നബിതങ്ങളുടെ ജന്മം, നബിതങ്ങളുടെ വഫാത്ത്, നബിതങ്ങളുടെ ആ ജീവിത ശൈലിയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി നമുക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുമ്പോൾ പിന്നെ ആഘോഷിക്കണോ, വഫാത്തിൽ ഖേദിക്കണോ എന്നുള്ള ചർച്ച നമ്മളിൽ വരികയില്ല. നല്ലതുപോലെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ, നബിതങ്ങളുടെ പേരിൽ തർക്കിക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം നബിതങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റുന്നു എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തണം. നിങ്ങളുടെ ജീവിതത്തിൽ നബിതങ്ങളുടെ സുന്നത്തല്ലാത്ത ഒരു കാര്യം കടന്നു വന്നുവെങ്കിൽ നിങ്ങൾ നബി വന്നതിൽ സന്തോഷിച്ചിട്ടൊരു കാര്യവുമില്ല. നിങ്ങളുടെ നബി വന്ന ദിവസം, നബി പിറന്ന ദിവസം, നബി പൂജാതനായ ദിവസം എത്ര അന്നദാനം നടത്തിയിട്ട് കാര്യമില്ല. നിന്റെ പലിശ പൈസയാണ് നീ അന്നദാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ കച്ചവടത്തില് നീ സത്യസന്ധത കാണിക്കാത്ത പൈസയാണ് അന്നദാനം പൊതുവായി നടത്തുമ്പോ അതിലെ ഫണ്ട് ശേഖരണത്തിൽ നീ കൊടുക്കുന്നതെങ്കിൽ നിനക്ക് റസൂലുള്ളാഹിയുടെ ജന്മത്തില്, ആ പൂജാതനാകുന്ന ദിവസത്തിൽ സന്തോഷിക്കാൻ അർഹതയില്ല. നിനക്ക് നബിതങ്ങളുടെ സുന്നത്തിന്റെ പേര് പറഞ്ഞ് ആഘോഷിക്കാൻ അർഹതയില്ല.
യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നബിതങ്ങളുടെ സുന്നത്തിനെ, ആ ജീവിതത്തെ ആര് പൂർണ്ണമായി അംഗീകരിക്കുന്നു അവന്റെ ജീവിതത്തിൽ എപ്പോഴും, അത് റബീഉൽ അവ്വൽ മാസമൊന്നല്ല, 12 മാസത്തിലും അവന്റെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും അവൻ നബിതങ്ങളെ ഇങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കും. നബിതങ്ങളുടെ മൗലൂദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓതുന്ന, പള്ളികളിൽ ഓതുന്ന മങ്കൂസ് മൗലൂദ് മാത്രമല്ല. നിങ്ങൾ പള്ളിയിൽ ഒരു റബീഉൽ അവ്വൽ മാസമല്ലാത്ത ഒരു റമദാൻ മാസത്തിൽ നിങ്ങൾ എന്റെ ഹബീബിന്റെ കൂടെ എന്നെ സ്വർഗത്തിൽ ചേർക്കണേ അല്ലാഹ്, എന്നിട്ട് ഹബീബിന്റെ മദ്ഹികൾ ഇങ്ങനെ പറഞ്ഞ് ദുആ ചെയ്യുകയാണ്. എന്റെ കാരുണ്യവാനായ ആ റസൂൽ, എന്റെ പ്രേമഭാചനം എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് നബിതങ്ങളുടെ മദ്ഹ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ മങ്കൂസ് മൗലൂദ് മാത്രമല്ല നബിതങ്ങളുടെ മദ്ഹ എന്നത്. മദ്ഹ എന്നതിന്റെ അർത്ഥം തന്നെ ഒരു മനുഷ്യനെ പ്രശംസിക്കുക എന്നാണ്. പ്രശംസ അർഹിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി നാം കണ്ടിരിക്കുന്നത് അത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. നിങ്ങൾ കല്യാണത്തിന് നിങ്ങളുടെ മക്കളെ, അല്ലെങ്കിൽ ഇന്നൊരു ഉദാഹരണം എടുത്താൽ, ഇന്ന് എല്ലാ കോളേജിലൊക്കെ ഓണാഘോഷ പരിപാടി തകൃതിയായി നടക്കുന്നുണ്ടല്ലോ. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇന്നലെ നമ്മൾ കണ്ടവരാണ്. എന്തൊക്കെയാണ് കിടന്ന് കാണിക്കുന്നത്, വളരെ അരോചകത്വമല്ലാതൊക്കെ. ഹബീബിന്റെ, എന്നിട്ടാണ് അവർ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഈ വരുന്ന തിങ്കളാഴ്ച സ്റ്റാറ്റസ് ഇടാൻ പോകുന്നത്, എന്റെ പ്രേമഭാചനം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന്. എന്തർഹതയാണ് ഇങ്ങനെയുള്ളവർക്കുള്ളത് എന്നൊന്ന് ചിന്തിക്കണ്ടേ? അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായി ഹബീബിന്റെ ജീവിതം കടന്നു വന്നുവെങ്കിൽ അവരങ്ങനെ പെരുമാറുമോ? അവർ ജീവിതത്തിൽ ഒരിക്കലും ഒരു വിഷയത്തിലും തർക്കിക്കുക പോലുമില്ല. കാരണം ഹബീബിന്റെ ജീവിതത്തിൽ തർക്കമില്ലായിരുന്നു. സ്വഹാബാക്കൾ ഉത്തമമായ മാതൃക നമ്മളിലേക്ക് എടുത്തു വെച്ച് ഈ ലോകത്തിൽ ഏതൊക്കെ മനുഷ്യൻ വരുന്നു ആ മനുഷ്യനെല്ലാം ഹബീബിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് സ്വഹാബാക്കൾ റളിയല്ലാഹു അൻഹും അവർ നമുക്ക് പഠിപ്പിച്ചു നൽകിയില്ല പ്രിയപ്പെട്ടവരെ. പിന്നെന്തിനാണ് ഒരു ആഘോഷം വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള ആ തർക്കത്തിൽ നിങ്ങൾ തലയെടുത്ത് വെക്കുന്നത്? സുന്നത്തിനെ പിൻപറ്റുക, അതാണ് ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. നബിതങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, എന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. അപ്പോൾ ഒരു സ്വഹാബി ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു, തങ്ങൾ വഫാത്തായി കഴിഞ്ഞാൽ തങ്ങൾ എങ്ങനെ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിനെ പറ്റി അറിയും? അപ്പോ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അമ്പിയാക്കളുടെ, നബിമാരുടെ ശരീരം എന്നത് ഒരിക്കലും ഭൂമി അതിനെ ഭക്ഷിക്കുകയില്ല, ഭൂമി അതിന് വിഴുങ്ങുകയില്ല. ആ ഭൗതിക ശരീരം എപ്പോഴും അങ്ങനെ തന്നെ കാണും. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എന്റെ റൗളയുടെ ചുറ്റും കാവൽ നിൽക്കുന്ന മലക്കുകൾ എന്നോട് പറഞ്ഞു തരും, ഇന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഞാനാണ് ചൊല്ലിയതെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് നിങ്ങളെ കൊണ്ട് ഇപ്പൊ ഞാൻ പറയിപ്പിച്ചില്ലേ, ഇതിപ്പോ നമ്മുടെ പേരിൽ ഹബീബിന്റെ അടുക്കലേക്ക് ചെന്നു കഴിഞ്ഞു. ഇതാണ് ജീവിതത്തിൽ. ഇതൊരു വെള്ളിയാഴ്ച മാത്രം വേണ്ടതല്ല. നമ്മുടെ ജീവിതത്തിൽ എത്ര നാൾ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നു അത്രയും നാൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടയാണ് നമ്മുടെ കരളിന്റെ കഷ്ണത്തെ, ചങ്കിലെ ചോരയുടെ, മനസ്സിന്റെ രാജകുമാരന്റെ, മദീനയുടെ മണവാളന്റെ, ലോകത്തിൽ പകരം വെക്കാനില്ലാത്ത ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടതല്ലേ? അതൊരു റബീഉൽ അവ്വൽ മാസം മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. നബിതങ്ങളുടെ ജീവിതത്തെ പറ്റി എത്രമാത്രമാണ് നമുക്ക് സ്വഹാബാക്കൾ വിവരിച്ചു നൽകിയത്. വഫാത്തിന്റെ സമയത്തിനെ പറ്റി ഓരോരുത്തരും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ യഥാർത്ഥ രീതിയിൽ വായിച്ചു നോക്കിയാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹബീബിന്റെ അടുക്കലേക്ക് എത്താനേ ശ്രമിക്കുമോ? സ്വഹാബാക്കള് റളിയല്ലാഹു അൻഹും ഓരോ സ്വഹാബാക്കളുടെയും മരണത്തിന്റെ, നബിതങ്ങളുടെ വഫാത്തിന്റെ ആ സമയത്തുള്ള സന്ദർഭങ്ങളെ പറ്റി ഹദീസിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു സ്വഹാബി പറഞ്ഞു, നബിതങ്ങളുടെ വഫാത്ത് അറിഞ്ഞപ്പോ, അല്ലാഹുമ്മ അഇന്നി അയിനൈക, ഒരു മനുഷ്യൻ ഇങ്ങനെ ദുആ ചെയ്യുകയാണ് നബിതങ്ങളുടെ വഫാത്ത് അറിഞ്ഞപ്പോ, റബ്ബേ എന്റെ 2 കണ്ണിന്റെയും കാഴ്ച എടുത്തു കളയണേ അല്ലാഹ്. ആരുടെ വഫാത്ത് അറിഞ്ഞപ്പോഴാ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
വഫാത്ത് ഒരു സ്വഹാബി അറിഞ്ഞപ്പോൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അഇന്നി അയിനൈക. ഏറ്റവും വലിയ നിഅമത്തായി നമ്മൾ എണ്ണുന്ന കണ്ണിന്റെ കാഴ്ച എടുത്തു കളയണേ അല്ലാഹ്. കാരണം അവർക്ക് അത്രമേൽ ഇഷ്ടമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. ചരിത്രത്തിൽ കാണാം, ഹദീസിൽ കാണാം, ആ മനുഷ്യന്റെ കാഴ്ചയെ അപ്പോൾ തന്നെ അള്ളാഹു എടുത്തു കളഞ്ഞുവെന്ന്. ദുആ സ്വീകരിച്ചു, കബൂലായി. എത്രമാത്രം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലിരിക്കുമ്പോ ആ നബിതങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ബിലാൽ റളിയല്ലാഹു തആല അൻഹു വഫാത്തിന്റെ ആ സന്ദർഭത്തിൽ നബിതങ്ങൾ തൂഫിയ റസൂലുള്ളാഹ്, നബിതങ്ങൾ വഫാത്തായി എന്ന് പറയുമ്പോ ഇഖാമത്തിന് അടുത്ത വഖത്ത് കൊടുക്കാൻ വരുമ്പോ, അടുത്ത വഖത്തിൽ ഇഖാമത്ത് കൊടുക്കാൻ വരുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിയാത്ത ബിലാലിന്റെ പ്രണയത്തെ പോലെ പ്രണയിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഹബീബിനോടുള്ള പൊരുത്തം കരഗതമാക്കാൻ സാധിക്കുക. അല്ലാതെ നബിതങ്ങളുടെ പേരിൽ വേണ്ടാത്ത രീതിയിലുള്ള കോപ്രായങ്ങൾ കാണിച്ചിട്ടോ വെറും 12 ദിവസം നിങ്ങൾ ആ ഹബീബിനെ സ്നേഹിച്ചിട്ടോ ഒരു കാര്യവുമില്ല. ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം അതും ഒരു റിയാഅാണ്. മറ്റുള്ള മതക്കാരെ കാണണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഹബീബിനോടുള്ള സ്നേഹത്തെ വിവരിക്കുകയാണെങ്കിൽ അത് റിയാഅാണ് പ്രിയപ്പെട്ടവരെ, ലോകമാന്യതയല്ലേ. നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ല ഓരോ കാര്യവും ചെയ്യേണ്ടത്. വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ വഫാത്തിനെ പറ്റി, അവരുടെ ജീവിതത്തിൽ നബിതങ്ങളുടെ വഫാത്തിന് ശേഷമുള്ള കാര്യങ്ങൾ വല്ലാതെ അലട്ടിയിരുന്നു. അവരെത്രയും പെട്ടെന്ന് ആ പ്രേമഭാജനത്തിന്റെ അടുക്കലേക്ക് പോകാൻ ആഗ്രഹിച്ചു. നബിതങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ചരിത്രത്തിൽ കാണാം, ഹദീസിന്റെ കിതാബുകളിൽ കാണാം, നബിതങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ധീരനായ, ഇത്രമേൽ ധീരനെ ഒരു ഇസ്ലാം പരിചയപ്പെടുത്തുന്നില്ല. ആ ധീരനായ മനുഷ്യന്റെ കൽബ് ഉടയുന്നെങ്കിൽ, ആ ഉടയാത്ത ആ ഉമർ ഉടയുന്നെങ്കിൽ ആ ഹബീബിനോടുള്ള പ്രണയം മാത്രമല്ലേ, അതുപോലെ പ്രണയിക്കണം. ആരെങ്കിലും പറഞ്ഞാൽ എന്റെ നാവല്ല മറുപടി പറയുന്നത് കേട്ടോ, എന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എന്റെ വാളതിന് മറുപടി പറയും, എനിക്കത് കേൾക്കേണ്ട. സഹാബാക്കൾ ഒന്നടങ്കം മദീന, അനസ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളുടെ ഖാദിമായിരുന്നു. അതിനും ഒരു ചരിത്രമുണ്ട്. അങ്ങനെ ഖാദിമാകാൻ മദീനയിലേക്ക് നബിതങ്ങൾ വരുന്നതും ഒരു റബീഉൽ അവ്വൽ 12-നാണ്. നിങ്ങൾ ഹിജ്റയെ പറ്റി കേട്ടിട്ടുള്ളവരല്ലേ? ഹിജ്റ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നത് ഒരു റബീഉൽ അവ്വൽ 12-നാണ്. നബിതങ്ങളുടെ വഫാത്ത് സംഭവിക്കുന്നത് ഒരു റബീഉൽ അവ്വൽ 12-നാണ്. നബിതങ്ങളുടെ ജനനം സംഭവിക്കുന്നത് ഒരു റബീഉൽ അവ്വൽ 12-നാണ്. ആ നബിതങ്ങൾ മദീനയിലേക്ക് വരുന്ന സന്ദർഭത്തെ പറ്റി അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നബിതങ്ങൾ വന്ന ആ ദിവസം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അല്ലാഹ ലഹ, നബിതങ്ങൾ വന്നപ്പോൾ ആ മദീനയാകെ പ്രകാശിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷം. എല്ലാവരും നബിതങ്ങളുടെ ആ വരവിനെ പാടി പുകഴ്ത്തുന്നു. ഞങ്ങളുടെ മേലൊരു പൂർണ്ണ ചന്ദ്രനെ പോലെ ഉദിച്ച നബിയേ, മിൻ സനിയാത്തുൽ വദാ, സനിയാത്തുൽ വദാഇൽ നിന്നും ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ ഉദിച്ച നബിയേ, മർഹബൻ യാ ഖൈറ ദാഇ, മദീനയിലെ ആ ഊഷ്മളമായ ആ സുന്ദരമായ സ്ഥലത്തിലേക്ക് അങ്ങേക്ക് സ്വാഗതം നബിയേ എന്ന് പാടുന്ന സ്വഹാബാക്കൾ. മറ്റൊരു സന്ദർഭത്തെ പറ്റിയും അനസ് റളിയല്ലാഹു തആല അൻഹു തന്നെ വിവരിക്കുന്നുണ്ട്. എനിക്ക് വല്ലാത്ത വിഷമമുള്ള മദീന ഇരുട്ടിലായ ഒരു ദിവസത്തെ ഞാൻ കണ്ടിട്ടില്ല, ഖത്തു തീരെ, അക്ബഹ വലാ അളമ തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീഹി, നബിതങ്ങൾ ആ ദിവസമാണ് വഫാത്തായത്. അത്രത്തോളം മോശമായ, അത്രത്തോളം ഇരുട്ടിലായ ഒരു ദിവസത്തെ ഞാൻ പിന്നീട് കണ്ടിട്ടില്ല. അന്ന് എന്റെ ഹബീബ് ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞ ദിവസം
ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ശേഷിക്കുമായിരുന്നെങ്കിൽ അതിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമായിരിക്കുമെന്ന് സഹാബാക്കൾ പറഞ്ഞതുപോലെ അനസ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ ഖാദിമായി പ്രവേശിക്കുന്ന ദിവസത്തെ പറ്റി അദ്ദേഹം പറയുകയാണ്. നബി തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ എല്ലാവരും ഓരോ ഹദിയകൾ സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. മക്കളെ ശബ്ദം ഉണ്ടാകല്ലേ. നബി തങ്ങൾ മദീനയിലേക്ക് വരുന്ന സന്ദർഭത്തെ പറ്റി ഓരോ സഹാബാക്കളും വിവരിക്കുമ്പോൾ അനസ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നത് ഇതാണ്: നബി തങ്ങൾ മദീനയിലേക്ക് വന്ന ദിവസം എല്ലാവരും നബി തങ്ങളോടുള്ള പ്രണയം കാരണം ഓരോ ഹദിയകൾ സമ്മാനങ്ങൾ നൽകുമ്പോൾ എന്റെ ഉമ്മ പോയി നബി തങ്ങളുടെ മുന്നിൽ നിന്നു. ദരിദ്രരായിരുന്നു എനിക്കന്ന് 7 or 8 വളരെ ബാല്യകാലമാണ് എന്റെ. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ ഉമ്മ നബി തങ്ങളുടെ മുന്നിലേക്ക് പോയി നിന്നിട്ട് പറഞ്ഞത്, എന്റെ കയ്യിൽ തരാനൊന്നുമില്ല നബിയെ, എന്റെ കയ്യിൽ ഒന്നുണ്ട്, എന്റെ പൊന്നുമോനെ അങ്ങ് സ്വീകരിക്കണം, എന്റെ പൊന്നുമോനെ അങ്ങ് ഖാദിമായി, അങ്ങിന്റെ എല്ലാ അവസ്ഥയിലും അങ്ങേക്കൊരു ഖാദിമായി, തങ്ങളുടെ ഒരു കൂട്ടുകാരനായി സ്വീകരിക്കണം നബിയെ, എന്റെ ഹദിയായി എന്റെ മോനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ ആ പ്രണയത്തിന്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കണം, നമ്മൾ ആ സുന്നത്തിനെയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. ആ സുന്നത്തിനെയാണ് ഒരു റബീഉൽ അവ്വൽ 12 കടന്നു വരുമ്പോൾ മറ്റുള്ള ചർച്ചകളിലേക്ക് പോകാതെ ആ സുന്നത്തിനെ പ്രണയിക്കുമ്പോ, നബിതങ്ങളെ പ്രണയിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ അതാവണം ഉണ്ടാകേണ്ടത്. ബദറില് വല്ലാത്ത സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇസ്ലാമിന് ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടായ ഒരു യുദ്ധമാണ് ബദർ എന്നത്. ബദറിൽ ഏറ്റുമുട്ടുന്നത് വാപ്പയും മകനും തമ്മിലാണ്, സഹോദരങ്ങൾ തമ്മിലാണ്. മുസ്ലിമുകളുടെ കൂട്ടത്തില് മകനുണ്ടെങ്കിൽ മുശ്രിക്കിന്റെ കൂട്ടത്തില്, എതിരാളികളുടെ കൂട്ടത്തില് വാപ്പ കാണും. അവിടെ ഒരു പിതാവിന്റെയും മോന്റെയും സംഭവത്തെ പറ്റി പറയുന്നുണ്ട്. അവിടെ നടക്കുന്നത് അടിസ്ഥാനം ഹബീബിനോടുള്ള പ്രണയമാണ്. അവിടെ ഏറ്റുമുട്ടാനായി നിൽക്കുമ്പോ അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് വിശേഷിപ്പിച്ച ഒരു സഹാബിയാണ് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു. അവരിങ്ങനെ നബി തങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോ അപ്പുറഭാഗത്ത് നിന്ന് മറുഭാഗത്ത് നിന്ന് ഈ അബൂ ഉബൈദയുടെ പിതാവും അതുപോലെ മകനും രണ്ടും 2 ചേരിയിലാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്ന കൂട്ടത്തിൽ മകനും മറ്റുള്ള ബിംബങ്ങളെ ആരാധിക്കുന്ന കൂട്ടത്തിൽ ഇസ്ലാമിനെയും പാവപ്പെട്ട ജനങ്ങളെയും താറുമാറടിക്കുന്ന ഒരു വിഭാഗത്തിന്റെ കൂടെ പിതാവ് നിൽക്കുമ്പോ ആ പിതാവ് ഇങ്ങനെ ഓർക്കുകയാണ്, ഇവനെ ചൊടിപ്പിക്കണമെങ്കിൽ, എന്റെ മകനെ ദേഷ്യം പിടിപ്പിക്കണമെങ്കിൽ മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യം പറഞ്ഞാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചരിത്രമൊക്കെ എപ്പോഴും ഓർത്തു വെക്കാൻ പ്രിയപ്പെട്ടവരെ. പിതാവ് പറയുകയാണ്, എന്റെ മകനെ ദേഷ്യം പിടിപ്പിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, അതവന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ആ നേതാവിനെ, അവൻ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന ആ നേതാവിനെ പറ്റി ഒരു വാക്ക് മോശമായി പറഞ്ഞാൽ മതി എന്ന പിതാവ് പറഞ്ഞവിടെ പ്രചരിപ്പിക്കുമ്പോ, ഹബീബിനെ പറ്റി കുറ്റം പറയുമ്പോ തൊട്ടടുത്ത നിമിഷം മകനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളോടുള്ള വല്ലാത്ത പ്രണയത്തിന്റെ പേരിൽ ചെയ്തത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നബിതങ്ങളുടെ കാലിന്റെ ഭാഗത്തേക്ക് ഒരു ശിരസ് വന്നു കിടക്കുകയാണ്. തന്റെ പിതാവിന്റെ ശിരസ് മുറിക്കാൻ പാകുന്ന വിധത്തിൽ തന്റെ ഹബീബിനെ പറ്റി കുറ്റം പറഞ്ഞപ്പോ, വല്ലാത്ത മോശമായ കാര്യം പറഞ്ഞപ്പോ, തന്റെ പിതാവിന്റെ ശിരസിനെ ഹബീബിന്റെ കാലിന്റെ ചുവട്ടിൽ കൊണ്ടിട്ട പ്രണയത്തിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളപ്പോ വല്ലാതെ വിഷമിതരായി. നബിതങ്ങൾ അബൂ ഉബൈദയെ വിളിച്ചു, എന്ത് പണിയാണ് കാണിച്ചത്, നീ എന്ത് പണിയായി കാണിച്ചത് എന്ന് അബൂ ഉബൈദയോട് ചോദിക്കുകയാണ്. നബിതങ്ങൾ ഈ ഉമ്മത്തിന്റെ വിശ്വസ്തൻ, ഈ ഉമ്മത്തിന്റെ നായകൻ എന്ന് വിശേഷിപ്പിച്ച ആളാണ് അബൂ ഉബൈദ, പ്രമുഖനായ സ്വഹാബിയാണ്. നീ എന്താ കാണിച്ചത് എന്ന് നബിതങ്ങളെ തിരുത്തി ചോദിക്കുമ്പോ ആ മനുഷ്യന്റെ പ്രണയം അത്രത്തോളമായിരുന്നു. കാരണം ഹബീബിനോടുള്ള പ്രണയം അവർ അത്രമേൽ ഭംഗിയായി കണ്ടു. പ്രിയപ്പെട്ടവരെ, അത്രമേൽ ഭംഗിയായി
നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ എന്ത് പണിയാ കാണിച്ചത് അബൂ ഉബൈദ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോ അവിടെ അള്ളാഹു ഇടപെടുന്നു. സൂറത്തുൽ മുജാദലയുടെ അവസാന ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നതായി കാണാം. നബിതങ്ങളിലേക്ക് ആ സന്ദർഭത്തിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്താണ് ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദ്ദല്ലാഹ വ റസൂല. നബിതങ്ങളെ നിർത്തിക്കോ, ഇവിടെ നിർത്തണം നബിയെ. ഒരുപാട് അങ്ങനെ അദ്ദേഹത്തെ വഴക്കു പറയില്ല നബിയെ. അള്ളാഹു പറയുകയാണ്, ശിരസ് മുറിച്ചതിന്റെ പേരിൽ ഒരുപാട് അദ്ദേഹത്തെ അങ്ങനെ ആക്രോശിച്ചുകൊണ്ട് നബി ഞങ്ങൾ വഴക്കു പറയില്ല നബിയെ. കാരണം അവരുടെ പ്രേമം എന്നത് യുവാദൂന, അവര് നബിതങ്ങളോട് അള്ളാഹുവിനോട് എതിര് കാണിക്കുന്ന ആളുകളോട് സ്നേഹബന്ധം വെച്ച് പുലർത്താത്ത ആളുകളാണ്. പാവപ്പെട്ട ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകളല്ലേ അവർ. അതുകൊണ്ട് ക്ഷമിക്കൂ നബിയെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനും ബദറിന്റെ ആ സന്ദർഭത്തിൽ എതിരാളികളുടെ കൂട്ടത്തിലാണ്. പിന്നീട് ഒരിക്കൽ അബ്ദുറഹ്മാൻ എന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ പറയുന്നുണ്ട്, ബദറിലെ ഞാൻ എതിരാളികളുടെ കൂട്ടത്തിലായിരുന്നു വാപ്പാ. ഏറ്റവും കൂടുതൽ നബിതങ്ങളുടെ ജീവിതത്തെ അച്ചടിച്ച പോലെ പ്രാവർത്തികമാക്കിയ മനുഷ്യനാണ് സയ്യിദുന അബൂബക്കർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അപ്പോൾ പറയുന്നുണ്ട്, ആ ബദറിന്റെ സന്ദർഭത്തിൽ എന്റെ മകനായ നീ എന്റെ എതിരാളികളുടെ കൂട്ടത്തിൽ, എന്റെ ഹബീബിനെ കുറ്റം പറഞ്ഞവരുടെ കൂട്ടത്തിൽ പാവപ്പെട്ട ആളുകളോടൊപ്പം നിൽക്കുന്നത്, ആ സന്ദർഭത്തിൽ നീ എന്റെ മുന്നിലേക്ക് എങ്ങാനും വന്നിരുന്നെങ്കിൽ അന അഖ്തുലു, ഞാൻ നിന്നെ കൊല്ലുമായിരുന്നു. ആരാ പറയുന്നത്? സ്വന്തം വാപ്പ മകനോടാണ് പറയുന്നത്. കാരണം ഇസ്ലാമിനെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയം വല്ലാത്ത കഠിനമായിരുന്നു അവർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രണയിച്ചിരുന്നത് അത് ആ ലോകത്തിന്റെ നേതാവിനെ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമായിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നബിതങ്ങളുടെ വഫാത്തിന്റെ സന്ദർഭത്തിൽ നടന്ന സംഭവങ്ങളെ പറ്റി ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു ചരിത്രം കൂടി പറഞ്ഞ് അതിലേക്ക് കടക്കാൻ പാകുന്ന വിധത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മരണത്തിന്റെ സന്ദർഭത്തിൽ നബിതങ്ങളുടെ വഫാത്തിന്റെ സന്ദർഭം കഴിയുമ്പോൾ അവിടെ എല്ലാവരും തടിച്ചുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും തട്ടഹസിച്ച് കഴിയുന്നു, കരയുകയാണ്. ഞങ്ങളുടെ നേതാവ് പോയല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്തനെ പോലെ നടക്കുകയാണ്. എല്ലാവരും വളരെ വിഷമിതനായി മദീനയുടെ തെരുവിലൂടെ ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞില്ല കുറച്ചു നേരം മുമ്പ്, എന്റെ കണ്ണിന്റെ കാഴ്ച എടുത്തു കളയല്ലാ എന്നൊരു സഹാബി ദുആ ചെയ്തെങ്കിൽ അത്രത്തോളം ഇഷ്ടമായിരുന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഇഷ്ടപ്പെടാൻ, ഹബീബിനെ ഇഷ്ടപ്പെടാൻ കഴിയുന്നുണ്ടോ? എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ അനങ്ങാതെ, ഇങ്ങനെ അട്ടഹസിക്കാതെ ഒരു മനുഷ്യൻ റസൂലുള്ള വഫാത്തായി കിടക്കുന്ന മുറിയിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ആ പുണ്യമായ ശരീരത്തിനെ, ആ വജിനെ ഇങ്ങനെ മയ്യത്ത് തുണി ഇങ്ങനെ പൊക്കി നോക്കുമ്പോ അവിടെ ഒരു വാക്ക് പറയുകയാണ് ആ മനുഷ്യൻ. മറ്റാരെ പോലെയും അട്ടഹസിച്ചില്ല ആ മനുഷ്യൻ. അത് നബിതങ്ങളുടെ ഉറ്റമിത്രം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. തുറന്നു വെച്ചിട്ട് പറയുകയാണ്, മാ അത്യബക ഹയ്യാ, നബിതങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ എന്തൊരു സുഗന്ധമായിരുന്നു നബിയെ. വമാ അത്യബക മയ്യിത, അങ്ങ് വഫാത്തായി കിടക്കുമ്പോഴും എന്തൊരു സുഗന്ധമാണ് നബിയെ എന്ന് പറയാൻ പാകുന്ന വിധത്തിൽ പ്രണയിച്ച ഉറ്റമിത്രമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതുപോലെ പ്രണയിക്കണം. വല്ലദീ നഫ്സി ബിയദി, എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥൻ, എന്റെ നഫ്സിന്റെ ഉടമസ്ഥനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടാണ് അബൂബക്കർ ഇങ്ങനെ പറയുന്നത്. അത്രമേൽ കാരുണ്യമായിരുന്നു നമ്മുടെ നേതാവ്. ഹബീബിന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്ന് വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ലോകത്തെ എല്ലാം കാരുണ്യം കൊണ്ട് വിജയിച്ച നേതാവല്ലേ. കുറെ അനുയായികള്, എല്ലാ നബിതങ്ങൾ എന്ത് പറയുന്നു അതിന് പ്രവർത്തിക്കാൻ നിൽക്കുന്ന അനുയായികളുള്ള ഒരു നേതാവിന്റെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് വിറയ്ക്കുമ്പോ ആ മനുഷ്യനോട് നബിതങ്ങൾ പറയുകയാണ്, നീ പേടിക്കണ്ട, നീ വിറയ്ക്കണ്ട. ഇന്നീ ലസ്തും ബിമലിക്, ഞാനൊരു രാജാവൊന്നുമല്ല കേട്ടോ, നീ പേടിക്കണ്ട. എന്നിട്ട് നബിതങ്ങളെ പറ്റി തന്നെ പറയുകയാണ്, അനബിനു ഇംറഅത്തുൻ തഅക്കുലുൽ ഖദീദ്,
ഉണക്ക റൊട്ടി കഷ്ണം തിന്ന ഒരു ഉമ്മയുടെ പുന്നാര മോനാണ് ഞാൻ. ഒരു ഉണക്ക റൊട്ടി കഷ്ണം തിന്ന് ജീവിച്ച ആമിനയുടെ മുത്തുമോനാണ് ഞാൻ. ഞാനൊരു രാജാവൊന്നുമല്ല. ജീവിതത്തിൽ ഒരുപാട് സുഖസൗകര്യങ്ങൾ ലഭിക്കുമായിരുന്നിട്ടും അതിനെല്ലാം വേണ്ടെന്ന് വെച്ച നബിതങ്ങള് അള്ളാഹുവിന്റെ ആ അർശിന്റെ അടുത്ത് നിൽക്കുന്ന അള്ളാഹുവിന്റെ റഫീഖാകാൻ നബിതങ്ങള് ഏറെ ഇഷ്ടപ്പെടുന്ന ആ സ്വർഗത്തിലേക്ക് പോകാനാണ് ഇതെല്ലാം ചെയ്തത്. നബിതങ്ങളുടെ ഉമ്മത്തിനെ ആ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാനാണ് നബിതങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും. നബിതങ്ങളുടെ വഫാത്തിന് ശേഷം പോലും നബിതങ്ങളുടെ ഉമ്മത്തിനെ പറ്റി നബിതങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിക്കാനാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഹബീബിനൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ ഭാവികളായ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഹബീബിനെ പ്രണയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബിന്റെ പേരിൽ തർക്കിക്കുന്ന മോശമായ ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്താതെ അല്ലാഹു കാക്കുമാറാകട്ടെ. യഥാർത്ഥ ഹുബ്ബുർ റസൂലിന്റെ ഉടമകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.